ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 11 മണിവരെ 31.4% പോളിംഗ് രേഖപ്പെടുത്തി. 20 ജില്ലകളിലെ 122 നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. സീമഞ്ചൽ മേഖലയിൽ വോട്ടർ പട്ടികയിൽ നിന്നും വ്യാപകമായി വോട്ടർമാരെ ഒഴിവാക്കിയെന്ന പരാതിയും ഉയരുന്നുണ്ട്. 3,70,00,000 വോട്ടർമാർ 1302 സ്ഥാനാർത്ഥികളുടെ വിധിയാണ് ഇന്ന് നിശ്ചയിക്കുന്നത്. തുടക്കത്തിൽ പല ബൂത്തുകളിലും മന്ദഗതിയിലായിരുന്നു പോളിംഗ്. പിന്നീട് കുതിച്ചുയരുന്ന കാഴ്ചയാണ്. एजुकेशन से ही बिहार आगे बढ़ेगा, ताकि अगर एजुकेशन हो, यहाँ स्कूल हो, अच्छी कॉलेज हो, यूनिवर्सिटी हो, तो बिहार के लोगों को बाहर नहीं जाना पड़ेगा, या फिर कमाने के लिए हो या फिर पढ़ने के लिए हो. अभी बिहार के बच्चे बाहर जाते हैं, वहाँ पे वैल्यू नहीं होता है. കഴിഞ്ഞ നിയമസഭയിലും ലോക്സഭയിലും വോട്ട് ചെയ്ത പലരും SIR-ന് ശേഷം പട്ടികയ്ക്ക് പുറത്താണ്. पहले वोट गिराए थे, पहले 2 बार गिराए, इस बार है ना नाम छट गया, इस बार नहीं गिरा सके. കിഷൻഗഞ്ച്, പൂർണിയ, അരാരിയ, കട്ടിഹാർ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന സീമാഞ്ചൽ മേഖലയിലെ ജനവിധി ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ പ്രധാന ഘടകമാണ്. കഴിഞ്ഞ തവണ 15 സീറ്റുകൾ 3000-ൽ താഴെ വോട്ടിനാണ് ഈ മേഖലയിൽ വിജയിച്ചത്. 3 സീറ്റുകൾ 1000-ൽ താഴെ വോട്ടിനും. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. കിഷൻഗഞ്ചിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ബീഹാർ.